നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ വലിയ തുക നിങ്ങൾക്ക് നഷ്ടമാകും. ഈ സെറ്റിങ്സ് ഇപ്പോൾ തന്നെ ഓഫാക്കി വെച്ചോളൂ. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഇത് ഓഫാക്കി വെക്കാൻ മറന്നു പോകുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ഈ രണ്ട് സെറ്റിങ്സും ഓഫാക്കൂ. എൻ്റെ കൂട്ടുകാർക്ക് ഈ ഉത്തയം ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഐക്കൺ കാണും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നേരെ മുകളിലായി 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ കാണാം. അതിന് നേരെ താഴെയായി കാണുന്ന സെറ്റിങ്സ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ താഴെയായിട്ടുള്ള പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായിട്ട് ആദ്യമായി കാണുന്നത് പാസ്വേഡ്, അതിന് തൊട്ടടുത്തായിട്ട് ക്രിയേറ്റീവ്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ എന്നിവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷൻ ഇങ്ങനെ എനേബിൾ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ ദ ഓഫർ ടു സേവ് പാസ്വേഡ്, നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യാനുള്ള ഒരു ഓഫറാണത്. ആ ഓഫർ നിങ്ങൾ ഓഫാക്കി കൊടുക്കുക. അതിന് നേരെ താഴെയായി മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാ കാര്യവും വിശദമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് ഓട്ടോ സൈനിങ് ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക്കലായി നിങ്ങളുടെ പാസ്വേഡുകളെല്ലാം സൈനിങ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടിയാണത്. ഇത് വായിച്ചു നോക്കിയാൽ ഇതിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലിയായി സൈനിൻ ചെയ്തിട്ട് പാസ്വേഡ് ഇല്ലാതെ പല ബാങ്കിങ് അക്കൗണ്ടുകളും നമുക്ക് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ ഓണാക്കിയിട്ടാൽ, ഇത് ഓഫാക്കിയിട്ടാൽ നമ്മൾ ഏതെങ്കിലും ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തോ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തോ പാസ്വേഡ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ ഓപ്ഷൻ ഓണായി കിടക്കുന്നത് കൊണ്ട് മറ്റൊരു ദോഷം കൂടിയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഇത് ഓണായി കിടന്നാൽ നമ്മൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലിയായി നമ്മുടെ പാസ്വേഡ് സേവ് ആകും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാസ്വേഡ് ഓൺ ആകുകയും ചെയ്യും, അത് സേവ് ആകുകയും ചെയ്യും. ഇങ്ങനെ സേവായി കിടക്കുന്നത് കൊണ്ടുള്ള കുഴപ്പം, നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്പുകൾ ഉണ്ടെങ്കിലോ നമ്മുടെ ഫോൺ ആരുടെയെങ്കിലും കൈ കിട്ടുകയാണെങ്കിലോ നമ്മുടെ ഫോണ് ഏതെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാസ്വേഡുകളും ഹൈഡ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ബാങ്കിങ് സംബന്ധമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ 2 ഓപ്ഷനും ഓഫാക്കി ഇട്ട ശേഷം മാത്രമേ ഏതൊരു ബാങ്കിങ് ഇടപാടുകളോ ഓൺലൈൻ ട്രാൻസ്ഫറുകളോ നടത്തുവാൻ പാടുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഇന്ന ഓപ്ഷനുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം അതിനെ ഓണാക്കി കൊടുത്താൽ മതി.